ഇന്ത്യൻ ക്രിക്കറ്റിൽ സമീപകാലത്തായി ഏറ്റവും കൂടുതൽ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ച വിഷയമാണ് യുവ ഓപ്പണർ ഗില്ലിന്റെ T20 ഫോർമാറ്റിലെ നിരാശാജനകമായ പ്രകടനം. ഏകദിനങ്ങളിലും ടെസ്റ്റുകളിലും തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഈ ക്ലാസിക് ബാറ്റ്സ്മാൻ T20യിൽ ഒരു വർഷത്തിലേറെ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ്. വിമർശനങ്ങൾ ശക്തമാകുന്ന ഈ ഘട്ടത്തിൽ ഗില്ലിന് പൂർണ്ണ പിന്തുണയുമായി മുൻ ഫാസ്റ്റ് ബൗളറും IPL ഗുജറാത്ത് ടൈറ്റൻസിന്റെ പരിശീലകനുമായ ആശിഷ് നെഹ്റ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. എന്നാൽ ഗില്ലിന് അനുകൂലമായി വാദിക്കുമ്പോഴും നെഹ്റ സൗകര്യപൂർവ്വം ഒഴിവാക്കിയ ഒരു പേരുണ്ട്: സഞ്ജു സാംസൺ. ഈ മൗനം ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ സെലക്ഷൻ പോളിസിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ശക്തമാക്കുന്നു. ഗിൽ ഇന്ത്യൻ ടീമിലെ അടുത്ത വലിയ താരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. IPL ഗംഭീര പ്രകടനം നടത്തുകയും ഏകദിനത്തിലും ടെസ്റ്റിലും തന്നെ ക്ലാസ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും T20 ഫോർമാറ്റിൽ, പ്രത്യേകിച്ച് ഓപ്പണിംഗ് റോളിൽ, അദ്ദേഹത്തിന് തന്റെ ഫോം നിലനിർത്താൻ സാധിക്കുന്നില്ല. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട ഗിൽ ഏഷ്യ കപ്പ് മുതൽ ടീമിനായി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ കാലയളവിൽ അദ്ദേഹം 14ഓളം മത്സരങ്ങളിൽ ഓപ്പണറായി കളിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല.